പറയുന്നത് നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രീതികളെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഷെയർഡ് അച്ചീവ്മെൻറ്റ്സ്, ഷെയർഡ് ഇൻട്രസ്റ്റ്, ഷെയർഡ് ഐഡിയോളജി ഒക്കെ ഉള്ള കുറച്ച് പേര് വളരെയധികം സമയം ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടോ ഒരു ഷെയർഡ് ഗോളിന് വേണ്ടിയിട്ടോ ഒരുമിച്ച് വർക്ക് ചെയ്ത് അതിന് ഒരു റിസൾട്ട് കിട്ടി അച്ചീവ് ചെയ്യുമ്പോൾ ദ ബ്രെയിൻ ട്രീറ്റ്സ് ഇറ്റ് ലൈക്ക് ഷെയറിങ് ഇൻറ്റിമസി. ബ്രെയിനിന് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എവിടെ ഒരു ബൗണ്ടറി വെക്കണം എന്നുള്ളത് നമ്മളുടെ നമ്മളുടെ ഇമോഷണൽ ഇൻ്റലിജൻസിനെയും നമ്മളുടെ എത്തിക്സിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിരിക്കുക. പക്ഷേ പലപ്പോഴും ഇങ്ങനെ വളരെയധികം ഇപ്പോൾ 60 hours 70 hours പെർ വീക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അത്രയും സ്ട്രെസ്സിലും പ്രഷറൈസ്ഡ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിലും ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഡെവലപ്പായി വരുന്നു. അങ്ങനെ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിന് അതിന് വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ജസ്റ്റ് ഷെയറിങ് മൈ 2 cents, നമ്മൾ വർക്ക് പ്ലേസിൽ പോകുന്നത് നമ്മളുടേതായിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിരിക്കാം. അത് ചിലപ്പോൾ ഫൈനാൻഷ്യൽ ആയിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് കൂട്ടാനായിരിക്കാം. നമ്മൾ വർക്ക് പ്ലേസിൽ പോകുന്നത് നമ്മളുടേതായിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റിനും ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് പേർപ്പസിനാണോ പോകുന്നത് ആ പേർപ്പസ് നിറവേറ്റി തിരിച്ചു വരിക എന്നുള്ളതും അവനവൻ്റെ ബൗണ്ടറി എന്താണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പ്ലേസസിൽ ഇത്തരം പേഴ്സണൽ ഇക്വേഷൻസ് കൊണ്ടുവരുന്നതിലൂടെ ഒരാളുടെ ക്രെഡിബിലിറ്റി ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ അയാളുടെ റെപ്യൂട്ടേഷൻ മോശമായി കഴിഞ്ഞാൽ ഫർദർ പ്രോജക്ട്സിലോ ഫർദർ കമ്പനീസിലോ ഒക്കെ പോകുമ്പോഴത്തേക്കും അതൊരു റെഫറൻസ് വരുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായി വരാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ വർക്കാണ് നമ്മളുടെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി. അതോടൊപ്പം തന്നെ വേർഡ് ഓഫ് മൗത്തിൽ നമ്മളുടെ സീനിയേഴ്സും നമ്മളുടെ മെൻറ്റേഴ്സൊക്കെ നമ്മളെപ്പറ്റി നല്ലൊരു വേർഡ് പറയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ